പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നമ്മുടെ മക്കള് ഫാത്തിമയാകണമെന്ന് ആഗ്രഹിച്ചാൽ പോരാ, അവനൊരു ഇസ്മായിലാകണമെന്ന് ആഗ്രഹിച്ചാൽ പോരാ. നമ്മുടെ മക്കൾക്ക് ഫാത്തിമയായി വളരാൻ കഴിയുന്ന, ഇസ്മായിലായി വളരാൻ കഴിയുന്ന ഒരു ഗാർഹിക സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണേ. ഏത് സാഹചര്യത്തിലാണോ നമ്മുടെ മക്കൾ വളരുക, എവിടെയാണോ പെണ്ണ് വളരുക, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, ഉമ്മ ഫാത്തിമ വളരാൻ കഴിയുന്ന ഗർഭപാത്രമായി മാറാൻ കഴിയണം. അന്യപുരുഷനുമായി പാതിരാത്രിയിലെ സല്ലപിക്കുന്ന രമിക്കുന്ന ഗൾഫിന്റെ അന്തരീക്ഷത്തിൽ കിടന്ന് പെടാപ്പാട് കിടന്ന പാവപ്പെട്ട ഭർത്താവിന് പാതിരാത്രിയുടെ നിശബ്ദതയിൽ രഹസ്യകാമുകനുമായി സല്ലപിക്കുന്ന ഒരു പെണ്ണിനൊരിക്കലും ഫാത്തിമയെ വളർത്താൻ കഴിയില്ല. ആദ്യം നമ്മുടെ ഗാർഹികമായ സാഹചര്യമാണെന്നാ വേണ്ടത്. ഏറ്റവും നല്ല സാഹചര്യത്തിൽ നമ്മുടെ പെൺമക്കളെ വളർത്തിക്കൊണ്ടുവരാൻ, നമ്മുടെ ആ മക്കളെ വളർത്താൻ. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത്, ഖുർആന്റെ ആയത്തിന്റെ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് തുടങ്ങുക. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു അത്രേ, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകദാ. ഏറ്റവും നല്ല കൃഷി സ്ഥലത്തില് ഏറ്റവും നല്ല കൃഷി ഉണ്ടാവുകയുള്ളൂ. മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഈ ആയത്ത് പെണ്ണിനെ കുറിച്ച് പറഞ്ഞതാ. ഞാൻ ഇത്രയും നേരം അത് പറഞ്ഞിട്ടൊന്നും കേട്ടില്ലെങ്കിലും പരാതിയില്ല. ഈ ഒരേ ഒരു വാക്ക് കൊടുക്കുമോ? മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, പെണ്ണിനെ കുറിച്ചല്ല പറഞ്ഞതാ. ഏറ്റവും നല്ല കൃഷി സ്ഥലത്തിൽ വിത്തിറക്കി ഏറ്റവും നല്ല വിളയുണ്ടാവുകയുള്ളൂ. ഏറ്റവും നല്ല ഗർഭപാത്രത്തില് ഏറ്റവും നല്ല മോള് പറക്കൂ. ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞതാ. വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. മോശമായ കൃഷിസ്ഥലത്തിൽ കൃഷി ഇറക്കിയാൽ ഒരു വർഷം കഴിയുമ്പോ നല്ല കൃഷി കിട്ടുമോ പെങ്ങള്? അതുകൊണ്ട് ആദ്യമായി ഫാത്തിമയെ പ്രസവിക്കാൻ കഴിയുന്ന ഗർഭപാത്രം നിനക്കുണ്ടാകണം. കോളേജിന്റെ വരാന്തകളിലൂടെ പ്രേമത്തിന്റെ സല്ലാപത്ത് അന്യപുരുഷന് സമർപ്പിച്ച ശരീരവുമായി ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു പോയാ വല്ലാഹി ആ ഗർഭപാത്രത്തിലെ ഫാത്തിമ പറക്കില്ല. പകലന്തിയോളം പാടത്ത് പണിയെടുത്തിട്ട് വൈകുന്നേരം കിട്ടുന്നത് പട്ടച്ചാരായം കുടിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരു ഉപ്പാന്റെ വീട്ടിൽ ഇസ്മായിൽ പിറക്കില്ല. നിങ്ങൾക്കറിയുമോ എന്നെനിക്കറിയില്ല. 4 വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കി ജില്ലയിലെ തേക്കടിയില് 9 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ മാനമംഗന്തയിൽ മരപ്പത്തിലേക്ക് കൊന്നൊടുക്കി വെച്ചൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ആരാ ചെയ്തതെന്നറിയോ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടി വൈകുന്നേരം സ്കൂൾ വിട്ടു വരുമ്പോ മലത്തിക്കടത്തി മാനമംഗിയാൻ ശ്രമിച്ച് കഴുത്ത് ധരിച്ചിട്ട് മരപ്പത്തിൽ ഒളിപ്പിച്ചു വെച്ച പോലീസ് ഉദ്യോഗസ്ഥര് കേസന്വേഷിച്ചിട്ട് 2ാമത്തെ ദിവസം പ്രതിയെ പിടികൂടുമ്പോ ആ പ്രതി ആരെന്നറിയോ? ആ പ്രതി ആ നാട്ടിലെ കള്ള് കച്ചവടക്കാരനല്ല, അവൻ അവിടുത്തെ നോട്ടോറിയസ് ക്രിമിനലല്ല. ആ പെൺകുട്ടിയുടെ കൂടെ എല്ലാ ദിവസവും ഓട്ടോറിക്ഷയിൽ സ്കൂളിൽ പോകുന്ന ആ പെണ്ണ് പഠിക്കുന്ന ക്ലാസിന്റെ സിമന്റ് ബെഞ്ചിന് തൊട്ടടുത്തിരുന്ന് പഠിക്കുന്ന സഹപാഠിയായ 12 വയസ്സുകാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, മക്കളെ സ്നേഹിക്കുന്ന, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കളെ, പോലീസ് ഉദ്യോഗസ്ഥരാ ചെറുക്കനെ ചോദ്യം ചെയ്തപ്പോ ചോദിച്ചു, മോനെ 12ാമത്തെ വയസ്സിൽ തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരിയുടെ പച്ചമാംസത്തോട് കാമം തോന്നാൻ എന്തേ കഴിഞ്ഞതെന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞ മറുപടി ഓരോ മാതാപിതാക്കളെയും മനസ്സിൽ ഇടിമുടക്കമാകട്ടെ. അവൻ പറയുകയാണ്, വൈകുന്നേരം എന്റെ വാപ്പ ജോലി കഴിഞ്ഞ് വരുമ്പോ വാപ്പയുടെ കയ്യിലൊരു ചെറിയ സീഡി ഉണ്ടാവും. പാതിരാ സമയത്ത് എന്നെ ഉറക്കി കിടത്തിയിട്ട് വാപ്പയും ഉമ്മയും കൂടി ആ സീഡി, നീലച്ചിത്രത്തിന്റെ സീഡി കാണാറുണ്ട്. പലപ്പോഴും പുറപ്പിന്റെ ഇടയിൽ ഉറക്കം നടിച്ച് കിടന്നിട്ട് ഞാനത് കാണാറുണ്ട്. അതവര് ഒളിച്ചു വെച്ചിട്ട് ഒരു ദിവസം വാപ്പയും ഉമ്മയും വീട്ടിലില്ലാത്ത സമയത്ത് അവര് പ്ലേ ചെയ്ത സീഡി എടുത്തിട്ട് പല സമയത്ത് ഞാൻ കാണാറുണ്ട്. എന്റെ വാപ്പയും ഉമ്മയും പാതിരാത്രിയിൽ കണ്ട നീലച്ചിത്രത്തിന്റെ സീഡിയിൽ നിന്നാ എനിക്ക് ഈ ചിന്ത തോന്നിയെന്ന 12 വയസ്സുകാരൻ മറുപടി പറയുമ്പോ, ഇനി നിങ്ങൾ പറയാ ആരൊക്കെ നേരെയാണ് വിരൽ ചൂണ്ടേണ്ടത്? ആ 12 വയസ്സുകാരന്റെ നേരെയോ അതോ അവനെ വളർത്തിക്കൊണ്ടുവന്ന ജീവിതത്തിന്റെ സാഹചര്യത്തിന്റെ നേരെയോ? ഇതുകൊണ്ടാണ് 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ പറഞ്ഞത്, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി. ഏറ്റവും നല്ല കൃഷിസ്ഥലത്തിലെ നല്ല വിളയുണ്ടാകൂ. അതുകൊണ്ട് വീട് നല്ല കൃഷിസ്ഥലമാകണേ. പൈശാചിക ദുർബോധനത്തിന്റെ 7 മുതൽ 10 വരെ MP യുടെയും ഫാഷൻ ടിവിയുടെയും ഉടുതുണിയില്ലാത്ത പെണ്ണിന്റെ ആട്ടങ്ങളെത്തുന്ന വളർത്തുന്ന മക്കൾ എങ്ങനെയാ ഹാഫിളാവുക? അവരെങ്ങനെയാ ആലിമാവുക? പാതിരാ സമയത്ത്
എടുത്തു നോക്കുമ്പോ മറ്റൊരുത്തന്റെ പുരുഷനുമായി പ്രേമസല്ലാപം നടത്തുന്ന ഉമ്മയെ കാണുന്ന പെൺകുട്ടി എങ്ങനെയാ സച്ചരിതയാവുക? മഗ്‌രിബിന്റെ സമയത്ത് വീട്ടിലേക്ക് വരുമ്പോ മുസല്ല വിരിച്ചിട്ട് അതിന്റെ മുകളിൽ പൊട്ടിക്കരയുന്ന ഉമ്മയെ കാണുന്ന മക്കൾക്കല്ലേ ഫാത്തിമയെ പോലെ വളരാൻ കഴിയൂ? അതുകൊണ്ട് എന്റെ ഉപ്പ ഇബ്രാഹിമിന്റെ വീട്ടിലെ ഇസ്മായിൽ പറക്കൂ അലൈഹിസ്സലാത്തു വസ്സലാം ഖദീജ ബീവിയുടെ ഗർഭപാത്രത്തിലെ ഫാത്തിമ പറക്കൂ, അല്ലാതെ ഫാത്തിമ പറക്കില്ല. അതുകൊണ്ട് നമ്മുടെ കൃഷിസ്ഥലം മാറ്റം നന്നാക്കുക. നന്നാവുക പെണ്ണേ, നന്നാവുക പെണ്ണേ. നിന്റെ ജീവിതത്തിന് നിന്റെ മക്കളെ വളർത്തിയെടുക്കാൻ ഏറ്റവും നല്ല കൃഷിസ്ഥലമായി മാറുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. അതാ ഞാൻ പറഞ്ഞ ഫാത്തിമയുടെ വഫാത്തും കളിയും പറയാനല്ല ഞാൻ വന്നത്, ഞാൻ പറഞ്ഞ ഇത് പറയാനാണ്. ആദ്യം നിങ്ങൾ പോയിട്ട് പള്ളിക്കലെ മുരിയാരി കൊടുത്തിട്ട് മോൻ കള്ളുകൂടി നിർത്തണമെന്ന് പറഞ്ഞാൽ നടക്കൂല. അത് നടക്കണമെങ്കിൽ ആദ്യം കൃഷിസ്ഥലം നന്നാവണം. ഇത് പെണ്ണിനെ കുറിച്ച് ഇറങ്ങിയ ആയത്താണ്. നമ്മൾ ഖുർആൻ പഠിച്ചിട്ടില്ല. ഇത് പെണ്ണിനെ കുറിച്ച് പറഞ്ഞ ആയത്താണ്. നല്ല കൃഷിസ്ഥലത്തിലെ നല്ല ഇവിടെ കൃഷിയൊന്നുമില്ലേ? മണ്ണ് നല്ലതാണെങ്കിലല്ലേ വാഴക്കൊല പഴുക്കൂ, അല്ലെങ്കിൽ അത് നടക്കൂല മോനെ. പൊന്നു പോനെ, പൊന്നു മോനെ. അതുകൊണ്ടാണ് ശുജായി ചോദിച്ചത്. അതുകൊണ്ടാണ് ശുജായി ചോദിച്ചത് പകൽ കണ്ണടച്ചാൽ ഇരുളാമ പൊട്ട, പന്തം തെളിച്ചാൽ ഫജ്റാമ പൊട്ട, നട്ടാൽ നെല്ല് വിളയൂമ പൊട്ട, നാരായം വിട്ടാസ് ചുട്ടുമ പൊട്ട. എടാ പച്ചപ്പൊട്ട, പകൽ കണ്ണടച്ചാൽ ഇരുളാമ പൊട്ട, പന്തം തെളിച്ചാൽ ഫജ്റാമ പൊട്ട, നട്ടാൽ നെല്ല് വിളയൂമ പൊട്ട, നാരായം വിട്ട ചുട്ടുമ പൊട്ട. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ പാട്ട്? കേട്ടിട്ടില്ല? അതെങ്ങനെ കേൾക്കാനാ? ഇതാണ് സഫലമാല. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത് നിർത്തി. എന്നിട്ട് ഗൾഫുകാരന്റെ വീട്ടിൽ പെണ്ണിരുന്നിട്ട് കേൾക്കാൻ തുടങ്ങി. സബൂറിന്റെ കയർ പൊട്ടി പോകുന്നുണ്ട് വരണേ, സുറൂറിന്റെ നിമിഷങ്ങൾ എന്നിരുന്ന് തരണേ. എന്നെ പച്ച വിചാരം എന്താ? രണ്ടുപേരും പാട്ടിന്റെ അർത്ഥം. ഇതൊക്കെ നമ്മൾ കേട്ടിട്ട് നമ്മുടെ മക്കള് പിഴച്ചുപോയി, നമ്മുടെ മക്കള് പിഴച്ചുപോയി. കേൾക്കണം മോനെ, ഇതാണ് സഫലമാല. പകൽ കണ്ണടച്ചാൽ ഇരുളാമ പൊട്ട, പച്ചപ്പൊട്ട. പകല് കണ്ണടച്ചു പിടിച്ചാൽ ഇരുട്ട് വരില്ലല്ലോ. പന്തം തെളിച്ചാൽ ഫജ്റാമ പൊട്ട. കൂരിട്ടുള്ള രാത്രിയിൽ പന്തം തെളിച്ചു പിടിച്ചാൽ പകലാവില്ലല്ലോ. നട്ടാൽ ഫുൽ നെല്ല് വിളയൂമ പൊട്ട. പുല്ല് പോയി കൃഷിസ്ഥലത്ത് പുല്ല് നട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് നെല്ല് വരണമെന്ന് പറഞ്ഞാൽ നെല്ല് വരില്ലല്ലോ പൊട്ട. ശുജായി ചോദിക്കാം മോനെ, പകൽ കണ്ണടച്ചാൽ ഇരുളാമോ പൊട്ട. അന്ന് പായല്ല, ഫായാണ്. സഫലമാല കണ്ടിട്ടുണ്ട് നിങ്ങള്? ഇതൊക്കെയാണ് നമ്മുടെ അസ്തിത്വം. പഠിക്കണം, പഠിക്കണം. പകൽ കണ്ണടച്ചാൽ ഇരുളാമോ പൊട്ട, പായല്ല, ഫോയാണ്. ഫൊട്ട ഫൊട്ട അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. നിങ്ങൾ പറയില്ലേ വന്നിന്, ഇരുന്നിന്, പോയിന് എന്ന് പറയണവർ ഓരോ നാട്ടിലെ ഭാഷ. ലക്ഷദ്വീപിൽ പാ പറയില്ല, ഫായ പറയും. ഞാൻ അവിടെ വാതിന് ഒരു കുട്ടി സ്കൂളിൽ പോയിട്ട് വരിക. മോനെ എവിടെ പോയി? സ്കൂളിൽ പോയി. എന്ത്? അവിടെ പച്ചണമുണ്ട്. ഞാൻ എന്താ പച്ചണം? അപ്പൊ അവൻ പറഞ്ഞു ഫയറും കുരു പുളുങ്ങിയത്. ഫയർ പുളുങ്ങിയത്, പയർ പുഴുങ്ങിയെന്ന് പറയില്ല. ലക്ഷദ്വീപിൽ എങ്ങനെയാണ്? ഇവിടെ ശുജായിയുടെ ഭാഷ എട പച്ചപ്പൊട്ട, എട പച്ചപ്പൊട്ട. പകൽ കണ്ണടച്ചാൽ ഇരുളാമ പൊട്ട. പകല് കണ്ണടച്ചു പിടിച്ചാൽ ചുറ്റുഭാഗത്ത് ഇരുട്ടാവോ? പന്തം തെളിച്ചാൽ ഫജ്റാമ പൊട്ട. പാതിരാത്രിയിൽ പന്തം കൊളുത്തി പിടിച്ച പകല് വരുവോ? നട്ടാൽ ഫുൽ നെല്ല് വിളയുമ പൊട്ട. കൃഷിസ്ഥലത്ത് കൊണ്ടുപോയി പുല്ല് നട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞ് നെല്ല് വരണമെന്ന് പറഞ്ഞാൽ വരുവോ? വരൂല്ല. അതുകൊണ്ട് പുല്ല് നടണമെങ്കിൽ ആദ്യം കൃഷിസ്ഥലം നന്നാവും. കൃഷിസ്ഥലം നീയാണ് പെണ്ണെ, ആദ്യം നീ നന്നാവ്. എന്നിട്ട് ദുആ ചെയ്യ്. അതിനൊക്കെ ഒത്തിരി ആയത്തുകളുണ്ട്, ഓതാൻ സമയമില്ല. പറയോ? സമയമില്ല, വിഷയം തരൂല. ആദ്യം കൃഷിസ്ഥലം നന്നാവണം. അല്ലാതെ 17ാമത്തെ വയസ്സിൽ മോളുടെ ലവ് ലെറ്റർ പിടിച്ചിട്ട് SMS കണ്ടിട്ട് പള്ളിക്കര മുരിയാര 100 കൊടുത്തിട്ട് കാര്യമില്ല. അല്ലാഹ് പറയാ ആദ്യം
കൃഷിസ്ഥലം നന്നാക്കണം. ഫലമ്മാ തഗശാഹ ഹമലത ഹംലൻ ഖഫീഫൻ ഫമറത് ബി ഫലമ്മാ അസ്കരത വല്ലാഹ റബ്ബഹുമാ. നീ നിന്റെ ഭർത്താവൻ തമ്മിൽ കിടപ്പുറം കെട്ടിട്ട് നീ ഗർഭിണിയാണെന്ന് ആദ്യത്തെ മാസം അറിയുമ്പോ അപ്പൊ തന്നെ ദുആ തുടങ്ങണേ. ലൈനാതൈതനാ സാലിഹാ. ആദ്യമായി ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തിട്ട് ഗർഭിണിയാണെന്ന് അറിയുമ്പോ തന്നെ പോസിറ്റീവായ റിസൾട്ട് വരുമ്പോ തന്നെ ദുആ ചെയ്യാൻ തുടങ്ങണം. അല്ലാഹുവേ എന്റെ ഈ ഗർഭാശയത്തിലുള്ള കുഞ്ഞിനെ നന്നാക്കണേ, ഇതിനൊരു സാലിഹാക്കണേ എന്ന് ദുആ ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോഴേ തുടങ്ങണ കൃഷിസ്ഥലം നന്നാക്കാൻ തുടങ്ങണം. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ.